എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. തിരക്കിനിടയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. സവാളയും തക്കാളിയും പൊട്ടറ്റോയും ഒക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് പട്ടയും ഗ്രാമ്പൂവും 2-3 കഷ്ണം ഇട്ട് കൊടുക്കുക. കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇടാം. പിന്നെ കുറച്ച് നല്ല ജീരകവും ഇടുക. ഏലക്കയും ഇടാം. ഞാനിപ്പോൾ ഗരം മസാലയിൽ ഏലക്ക ചേർത്ത് പൊടിച്ചോണ്ട് ഇപ്പോൾ ഇടുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലയാണെങ്കിൽ ഏലക്കയും കൂടി ഒരെണ്ണം ഇട്ട് കൊടുക്കും. ഇനി അതിനകത്തേക്ക് 4-5 അല്ലി വെളുത്തുള്ളി 2ആയിട്ട് പിളർന്നതും 2 പച്ചമുളകും പിളർന്നെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ. 2 സവാളയും കൂടി ഇട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് വഴറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും. ഗരം മസാല ഞാൻ പെരിഞ്ജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതായാലും ഇട്ടാൽ മതി. ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ആണെങ്കിലും ഇടാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ ഇടേണ്ടത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ പോരെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 മിനിറ്റൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം. ഒരു 2-3 വിസിൽ, ഓരോ കുക്കറിനനുസരിച്ച് വ്യത്യാസപ്പെടും. മാക്സിമം 3 വിസിലൊക്കെ മതിയാവും. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അത് ഓഫ് ചെയ്ത് വയ്ക്കുക. ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് കൊടുക്കാം. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ്. എല്ലാം നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. പോരെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടി തൂങ്ങി നല്ലവണ്ണം ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും പൊട്ടറ്റോ കറിയൊക്കെ വയ്ക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ കുക്കറിൽ തന്നെ അധികം പാത്രം വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.